രാജസ്ഥാനിൽ പശുക്കളെയും അവയെ വളർത്തുന്ന ഗോശാലകളെയും സംരക്ഷിക്കാൻ ഗോ സംരക്ഷണ സെസ് അതായത് കൗ സെസ് ഈടാക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജോധ്പൂരിലെ ഒരു ബാറിൽ നിന്ന് ബിയർ വാങ്ങിയ ഉപഭോക്താവിൽ നിന്ന് മൂല്യവർദ്ധിത നികുതി എന്ന വാറ്റ് കൂടാതെ 20% അധിക തുകയും ഈടാക്കി. കൗ സെസ് എന്ന പേരിലാണ് ഈ തുക ഈടാക്കിയത്. ബില്ലിൻ്റെ പകർപ്പ് ഇൻ്റർനെറ്റിൽ വൈറലായതോടെ ഇത് വലിയ ചർച്ചകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 30-ന് ജോധ്പൂരിലെ പാർക്ക് പ്ലാസയിലെ ജെഫ്രീസ് എന്ന ബാറിൽ നിന്ന് 2650 രൂപയ്ക്ക് 6 ബിയർ ഓർഡർ ചെയ്തതായിട്ടാണ് ആ ബില്ലിൽ കാണിക്കുന്നത്. GSTയും വാറ്റും ഈ പ്രത്യേക ഗോസംരക്ഷണ സെസ്സും ചേർത്തപ്പോൾ ആകെ ബില്ല് 3262 രൂപയായി. സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് വൈറലായതോടെ സർക്കാർ നടപടിക്ക് പിന്നിലെ യുക്തി ചോദ്യം ചെയ്ത് പലരും രംഗത്ത് വന്നു. എന്നാൽ ഈ സെസ് 2018-ൽ അവതരിപ്പിച്ചതാണെന്നും അന്നു മുതൽ മദ്യവിൽപ്പനയിൽ ഇത് ഈടാക്കുന്നു എന്നുമാണ് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്നത്. മിക്ക ഹോട്ടലുകളിലും ബില്ലിൽ ഇതിനെ സർചാർജ് എന്ന് മാത്രമാണ് കാണിക്കാറുള്ളത്. എന്നാൽ തങ്ങൾ ഇതിനെ ഗോ സംരക്ഷണ സെസ് എന്ന് വ്യക്തമായി പ്രത്യേകം രേഖപ്പെടുത്താറാണ് പതിവെന്നും ഹോട്ടൽ മാനേജർ നിഖിൽ പ്രേം പറയുന്നു. 2018 ജൂണിൽ അന്നത്തെ വസുന്ധര രാജ് സർക്കാരാണ് വിദേശമദ്യം, ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം, നാടൻ മദ്യം, ബിയർ എന്നിവയ്ക്ക് 20% സർചാർജ് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ തുക ഗോസംരക്ഷണത്തിനായി നീക്കിവെച്ചിട്ടുള്ള ഒരു ഫണ്ടിലേക്കാണ് പ്രത്യേകമായി നിക്ഷേപിക്കുന്നത്. 2018 മുതൽ നിലവിലുണ്ടായിട്ടും ഗോസെസിനെ കുറിച്ച് വ്യക്തമായി ബില്ലിൽ പരാമർശിച്ചതാണ് ഈ വിഷയം വീണ്ടും ഇപ്പോൾ ശ്രദ്ധയിൽ വരാൻ കാരണം. നമ്മുടെ നാട്ടിലെന്ന പോലെ തന്നെ ബാറിൽ കയറി ഒരാൾ മദ്യം ഓർഡർ ചെയ്യുമ്പോൾ സാധാരണയായി അതിൻ്റെ MRPയേക്കാൾ കൂടുതൽ വിലയുണ്ടാകും. അതിനാൽ ഇതൊരു വാല്യൂ അഡീഷനായി കണക്കാക്കുന്നു. അതിന് ഒരു സർചാർജ് ഈടാക്കുകയും ഉപയോക്താക്കൾ കൂടുതൽ പണം നൽകേണ്ടി വരികയും ചെയ്യുന്നു. ഈ സർചാർജിനെയാണ് രാജസ്ഥാനിൽ ഗോസെസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ വസുന്ധരാജയുടെ ഭരണകാലത്ത് സർചാർജ് 10% ആയിരുന്നു. ഗോശാലകളെ പിന്തുണയ്ക്കാനും ഗോ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായി മുഖ്യമന്ത്രി 2018-ൽ ഇത് മദ്യത്തിലേക്ക് കൂടി കൊണ്ടുവന്നിരുന്നു. പിന്നീട് അധികാരത്തിലേക്കെത്തിയ അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരും ഈ സെസ് തുടർന്നുകൊണ്ടിരുന്നു. പശുക്കൾക്കായുള്ള ഗ്രാൻറ്റുകൾക്കും സബ്സിഡികൾക്കുമായി രാജസ്ഥാൻ സർക്കാർ 2000 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇതിൽ 600 കോടിയിലധികം ഗോശാലകളെ പിന്തുണയ്ക്കുന്നതിനായി നൽകുകയാണ്. എന്നാൽ ഗോസംരക്ഷണത്തിനായുള്ള മുഴുവൻ ഫണ്ടും ഗോസെസ് വഴി ലഭിക്കുന്നില്ലെന്നും അതിന് സർക്കാർ ഗ്രാൻറ്റുകളും മറ്റ് വകയിരുത്തലുകളും ആവശ്യമാണെന്നും ധനമന്ത്രാലയ വൃത്തങ്ങളും പറയുന്നു. രാജസ്ഥാനിൽ പശു സംരക്ഷണത്തിനായി പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുവെന്ന് വസ്തുതാ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പശു സംരക്ഷകരുടെ ആക്രമണത്തിനിരയാകുന്നവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ലെന്നും കർഷക സംഘടന കൂട്ടായ്മയായ ഭൂമി അധികാർ ആന്തോളൻ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. രാജസ്ഥാനിൽ പശുക്കടത്തിനെ കള്ളക്കടത്തായാണ് അധികാരികൾ കാണുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന ബ്രിട്ടീഷ് നയമാണ് പശുവിൻ്റെ പേര് പറഞ്ഞ് BJP സർക്കാരുകൾ അവിടെ നടപ്പിലാക്കുന്നത്. പശുവിൻ്റെ പേരിൽ സെസ് പിരിക്കുന്ന രാജസ്ഥാനിൽ പഴയ പോലെ അല്ലെങ്കിലും ജലക്ഷാമം ഇപ്പോഴും രൂക്ഷമാണ്. പല ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടുണ്ടെങ്കിലും വേനൽക്കാലത്ത് അവസ്ഥ വളരെ മോശമാണ്. ഈ പിരിച്ചെടുക്കുന്ന തുക പൂർണ്ണമായും പശുത്തൊഴുത്തിൽ ചെലവാക്കാതെ ഗ്രാമങ്ങളിലെ കുടിവെള്ള ക്ഷാമം കൂടി പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്നാണ് കർഷക സംഘടനകളും ആവശ്യപ്പെടുന്നത്.